പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വിശ്വസിച്ച പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞ് മക്കളെ, ജോസഫ് എന്ന നാമം ഒരു വ്യക്തിയുടെ പേരല്ല, പ്രത്യുത ആർജിക്കേണ്ട സുഹൃതമാണ്, ജീവിക്കേണ്ട നന്മയാണ്. ആർജിക്കേണ്ട സുഹൃതമാണ്, ജീവിക്കേണ്ട നന്മയാണ്. യേശുവിന്റെ രക്ഷാകര പ്രവർത്തനത്തിലെ പ്രത്യുത്തരമാണ് നമ്മുടെ ജോസഫിന്റെ നീതിനിഷ്ഠ. ജോസഫ് നീതിമാനായിരുന്നു. യഹൂദ പ്രമാണമനുസരിച്ച് 613 നിയമങ്ങൾ പാലിക്കുന്നവനാണ് യഥാർത്ഥ നീതിമാൻ. എന്നാൽ ഇന്നത്തെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ജോസഫ് നീതിമാനായിരുന്നു. അതിൽ 2 അർത്ഥങ്ങൾ പ്രത്യത്തിരിക്കുന്നുണ്ട്. ഒന്ന്, ദൈവഭയം. ദൈവഭയം കൊണ്ട് ജോസഫ് മറിയത്തെ സ്വീകരിക്കുന്നു. രണ്ടാമത്തത്, ജോസഫ് കാരുണ്യവാനായിരുന്നു. ജോസഫ് മറിയത്തോട് കാരുണ്യം കാണിച്ചു. ജോസഫ് നീതിമാനായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ 20-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, യുവതിയിൽ കന്യാത്വത്തിന്റെ അടയാളം കാണാത്ത പക്ഷം അവളെ പിതൃഭവനത്തിൽ കൊണ്ടുചെന്ന് ആ നഗരത്തിലെ പുരുഷന്മാർ ഒത്തുകൂടി അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. എന്തുകൊണ്ടെന്നാൽ പിതൃഭവനത്തിൽ വെച്ച് വേശ്യാവൃത്തി ചെയ്ത് അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജോസഫ് മറിയത്തെ ഇത്തരത്തിൽ ശിക്ഷിക്കാൻ തയ്യാറല്ല. പ്രത്യുത മറിയത്തെ, പരിശുദ്ധാത്മാവാൽ ഗർഭവതിയായ മറിയത്തെ ഭവനത്തിൽ സ്വഹൃദയത്തിൽ സ്വീകരിക്കാൻ വിശുദ്ധ ഔസേപ്പ് തയ്യാറായി. അതുകൊണ്ട് തന്നെ ജോസഫ് നീതിമാൻ മാത്രമല്ല, പ്രത്യുത ഒരു സുഹൃതമായിരുന്നു. സുഹൃതം, മൗലിക സുഹൃതങ്ങൾ, 4 സുഹൃതങ്ങൾ: വിവേകം, നീതി, ആത്മശക്തി, മിതത്വം. ഇവ 4 ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു നമ്മുടെ ഔസേ പിതാവ്. നമ്മുടെ ഈശോയും മറിയവും ആ സുഹൃതം ആർജിച്ചത് നമ്മുടെ ഔസേ പിതാവിൽ നിന്നായിരിക്കാം. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനിരുന്ന പാപിനിയായ മറിയത്തെ ക്രിസ്തു ക്ഷമിച്ചത് എന്തുകൊണ്ടാണ്? ആ സമയം ക്രിസ്തു തന്റെ മാതാവായ മറിയത്തെയും ഔസേ പിതാവിനെയും ഓർത്തിരിക്കണം. മോശയുടെ നിയമമനുസരിച്ച് പാപിനിയെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനിരുന്ന നമ്മുടെ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറായ ആ സുഹൃതത്തെ നമ്മുടെ യേശു സ്വീകരിക്കുകയാണ്. ദാവീദിന്റെ വംശത്തിൽ യാക്കോബിന്റെ പുത്രനായ നമ്മുടെ ജോസഫ് ജനിച്ചു എന്ന് മത്തായി എഴുതിയ സുവിശേഷം രേഖപ്പെടുത്തുന്നു. ജോസഫ് നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ ആശ്രയവും സഭയുടെ ആശ്രയവും ഒരു സുഹൃതവും കൂടിയായിരുന്നു. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ഒപ്പം പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥനയുടെ മധ്യേ ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, നിന്ന് ദൈവത്തിലോട്ട് എത്ര ദൂരമാണ് ഉള്ളത്? നിന്ന് ദൈവത്തിലോട്ടെത്താൻ ഇനി എത്ര ദൂരമാണ് നിനക്കുള്ളത്? ഒന്നാമത്തെ ശിഷ്യൻ പ്രത്യുത്തരിച്ചു, അതാ ആ പള്ളിയുടെ അറ്റം വരെ. രണ്ടാമത്തെ ശിഷ്യൻ പ്രത്യുത്തരിച്ചു,
ഇവിടം മുതൽ ആ നദി വരെ. അങ്ങനെ പല ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ നൽകി. ഇതിലൊന്നും സംതൃപ്തനാകാതെ ഗുരു നിശബ്ദനായി നിന്നു. അല്പസമയം കഴിഞ്ഞ് ഗുരു തൻ്റെ കൈ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, ഇതാ ഇത്രയേ ഉള്ളൂ എനിക്ക് ദൈവത്തിലോട്ട് എത്താനുള്ള ദൂരം. ഇതാണ് പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സുഹൃതം. മൗലിക സുഹൃതം എന്നത് ഇത് തന്നെയാണ്. യേശു എല്ലാം ആർജിച്ചത് നമ്മുടെ ജോസഫിന്റെ അല്ല, ആ സുഹൃതത്തിൽ നിന്നായിരിക്കണം. പ്രിയ മാതാപിതാക്കളെ, ഭാവിയിലെ വിശുദ്ധരും ക്രിസ്തുവുമാകേണ്ട നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്, നിങ്ങൾ ആ സുഹൃത്തത്തെ സ്വീകരിക്കുകയാണെങ്കിൽ പുതിയൊരു ക്രിസ്തുവിനെ നിങ്ങളുടെ കുഞ്ഞുമക്കളിൽ, ഈ സമൂഹത്തിൽ, ഈ കുടുംബത്തിൽ, ഓരോ വ്യക്തിയിലും ഓരോ കുഞ്ഞുമക്കളിലും ആ സുഹൃത്തം വഴി ക്രിസ്തുവിനെ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായിട്ട് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിവസത്തിൽ ആ ഔസേപിതാവിനെ, മൗലിക സുഹൃത്തത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ, മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ഇടയാകട്ടെ എന്ന് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ഈ ദിവ്യബലി തക്കതായ ഒരുക്കത്തോടുകൂടി കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവേശ്വരൻ കാരുണ്യം തോകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നമ്മെ നിത്യമാം ജീവൻ പ്രാപിക്കാൻ സന്തതം നയിച്ചേരണേ. നമുക്ക് പ്രാർത്ഥിക്കാം.
സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മങ്ങളും വഴി പാപപരിഹാരം ലഭിക്കുമെന്ന് പഠിപ്പിച്ച അങ്ങ് പാപങ്ങളേറ്റു പറയുന്ന ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. പശ്ചാത്താപനിർഭരായ ഞങ്ങളുടെ അങ്ങയുടെ കൃപാതിരേകത്താൽ ധന്യരാക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 20-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. അവ പൊന്നിന്റെയും തങ്കത്തേക്കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻ കട്ടിയെയും കാൾ മധുരമാണ്. കർത്താവേ,
കർത്താവേ, അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. നിത്യജീവന്റെ വാക്കുകളാണ്. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങൾ. സഹോദരരെ, യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവ് നിങ്ങളോടുകൂടി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ യോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും യോസേഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൾ
അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ സങ്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യേശു എന്നു പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യോസേഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. സൃഷ്ടാവും സർവശക്തനുമായ ഞാൻ വിശ്വസിക്കുന്നു. ഏകനാഥനും ദൈവപുത്രനും ഏകജാതനും എല്ലാവരും പിതാവിന് ജനിച്ചത് ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചതെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദേവനായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ വഴിയായി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം ധരിച്ച് മനുഷ്യനായി പിറന്നു. പീലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് വേണ്ടി പീഡനങ്ങൾ സഹിച്ച് ക്രൂശിനായി മരിച്ചടക്കപ്പെട്ട് വിശുദ്ധീകരണമനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തു. സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ജീവിക്കുകയും മരിച്ചുകയും ഇരിക്കുവാൻ അവിടുത്തെ പ്രതാപത്തോടെ വീണ്ടും വരുന്നു. അവിടുത്തെ രാജ്യത്തെ അവസാനം ഉണ്ടാവുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരോടൊപ്പം പരലോക ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന ഭോജനമായ ദൈവം ഭൂമിയിലെയും മനുഷ്യത്തിനെയും ഫലമായി നിങ്ങൾക്ക് തന്നിലെ പിതാവ് അങ്ങ് വാഴ്ത്തപ്പെടും.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സംസ്ഥയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നാം ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സകല നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, ഈ ദിവ്യ രഹസ്യം ഭക്തിയോടെ പരികർമ്മം ചെയ്യുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകുവാൻ തിരുവുള്ളമാകണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തുനാഥൻ സമറിയാക്കാരിയോട് കുടിക്കാൻ വെള്ളം ചോദിക്കവേ അവൾക്ക് വിശ്വാസദാനം ഉളവാക്കുവാൻ കനിവുണ്ടായി. അവൾക്ക് വിശ്വാസ മഹാദാനം നൽകി അനുഗ്രഹിച്ച് അവിടുന്ന് അവളിൽ ദിവ്യ സ്നേഹാഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖന്മാരോടും ചേർന്നു അങ്ങയുടെ അനന്ത വൈഭവത്തെ കൃതജ്ഞതാപൂർവം പ്രകീർത്തിച്ച് ഞങ്ങളും അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 Hosanna
വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം.
കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയോട് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യ ജീവൻ നൽകുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനോ ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവോ ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്കും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തിരുക്കൻ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഞങ്ങളുടെ ദുരുപദക്ഷനായ മെത്രാന്മാരെയും എല്ലാ വൈദികരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണയിൽ എത്തിക്കണമേ. ഉയർക്കുമെന്ന് പ്രത്യാശയുടെ നിത്തരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യമരളണമേ. ഈ എളിയ ദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ ഗണ്യമറിയത്തോടും അപ്പോസ്തല ഗണത്തോടും ലോക ആരംഭം മുതൽ അങ്ങേക്ക് പ്രിയക്രമാമിതം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അല്ലണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തിരുക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളവത്വമെന്നും തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചറിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.
നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സ്വന്തമാകുകയും ശരീരവും തിരുരക്തവും എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ചെറുതായൊരു സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നിന്നോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം ആ സ്നേഹവാണി സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം ദിവ്യഭോജ്യം നീ സ്വീകരിക്കുമേ പരിശുദ്ധ കൂദാശ പാപങ്ങൾ മോചിക്കും സ്നേഹം നീ സ്വീകരിക്കുമേ പരിശുദ്ധ കൂദാശ പാപങ്ങൾ മോചിക്കും സ്നേഹം നിന്നിലലിഞ്ഞിടാൻ നീ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം നിന്നിലലിഞ്ഞിടാൻ നീ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം ആ സ്നേഹമാണ് സ്നേഹം ദിവ്യമുഹൂർത്തമായിരാ സ്നേഹപിതാവാം ദൈവങ്ങൾ സ്നേഹവിരുന്നിതാ തിരുവേനിളമായി മാറിയ തിരുഹൃദയം ഇതാ തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ തിരുവേനിളമായി മാറിയ തിരുഹൃദയം ഇതാ തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അലൗകിക രഹസ്യങ്ങളുടെ അച്ചാരമായ ദിവ്യകൂദാശ സ്വീകരിക്കുകയും ഈഹത്തിൽ വച്ച് തന്നെ സ്വർഗീയ ഭോജനം അനുഭവിക്കുകയും ചെയ്യുന്ന ഞങ്ങളിൽ അങ്ങ് ദൃഢമായി നിർവഹിക്കുന്നതെല്ലാം പ്രവൃത്തികളിലൂടെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് സ്തുതി.